തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടിയാണ് മലപ്പുറം പാങ്ങിൽ 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ചത്. മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച് തലച്ചോറിനെ ബാധിക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ കൊന്നതാരാണെന്നറിയോ? പാൻറ്റും ഷർട്ടും ചുരിദാറും ധരിക്കുന്ന, സ്മാർട്ട് ഫോണും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന, ആധുനികതയുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ആധുനിക വൈദ്യത്തെ പുച്ഛിച്ച് നടക്കുന്ന മാതാപിതാക്കൾ. ആളെ കൊല്ലുന്ന, മതത്തിൻ്റെ മേലങ്കി അണിഞ്ഞ വ്യാജ ചികിത്സകർ വലിയ സാമൂഹിക വിപത്തായി മാറുകയാണ്. ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിച്ചത് ആഘോഷിച്ച സ്ത്രീയാണ് ഈ കേസിലെ 1-ാം പ്രതി. അതീവ ഗുരുതരാവസ്ഥയിലും ആ കുഞ്ഞിനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവർക്ക് തോന്നിയില്ല. അക്യുപങ്ചർ എന്ന ചികിത്സ നടത്തുന്ന സ്ത്രീയാണത്രേ അവർ. ആരോടും ആശുപത്രിയിൽ പോകരുതെന്ന് ഉപദേശിക്കുന്നവരാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ആശുപത്രിയിൽ പോയാൽ അതൊരു കുറച്ചിലാവുമല്ലോ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. എന്തായാലും അത്രത്തോളം ഗുരുതരാവസ്ഥയിലായിട്ട് പോലും ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ കൊന്നു. അക്യുപങ്ചർ എന്ന ചൈനീസ് പാരമ്പര്യ ചികിത്സ ഓൺലൈനായിട്ടും ഒക്കെ അല്ലാതെയൊക്കെ മാസങ്ങൾ മാത്രമുള്ള ഒരു കോഴ്സിനൊക്കെ പോയിട്ടാണ് ആളുകൾ പഠിക്കുന്നത്. അത് പഠിക്കുന്നതോടുകൂടെ ഞാനും വലിയ ഡോക്ടറായി എന്ന് പറഞ്ഞിട്ട് ഈ വൈദ്യജീവിതവുമായിട്ട് മുന്നോട്ട് വരിക. മോഡേൺ മെഡിസിനും വാക്സിനുമെതിരെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രചാരണം. വീട്ടിൽ പ്രസവിക്കുന്നത് ഇവർ ആഘോഷമാക്കുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നാണ് വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളത്. ഇതിനായി വാട്സാപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ട്, വലിയ കൂട്ടായ്മകളുണ്ട്. അവർ അതിൽ വീട്ടിൽ പ്രസവിച്ചതിൻ്റെ എക്സ്പീരിയൻസ് പറയും. ഫേസ്ബുക്കിലൊക്കെ ഗംഭീരമായിട്ടുള്ള വിശദീകരണമാണ്. ഈ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്കൊന്നും വാക്സിൻ കൊടുക്കുന്നില്ല. മതത്തിൻ്റെ പേരും അടയാളങ്ങളും ഉപയോഗിച്ചാണ് ഇവർ മുസ്ലിം സമുദായത്തിൽ വേരോട്ടമുണ്ടാക്കുന്നതെന്ന് ഓർക്കണം. വാക്കൊന്നിന് 4 സുബ്ഹാനല്ലയും മാഷാല്ലയും പറയാൻ കഴിഞ്ഞാൽ എല്ലാവരെയും ഇങ്ങനെ പിടിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഒരു തരം തട്ടിപ്പ്. മരിച്ച കുട്ടിയുടെ മാതാവ് വീട്ടിൽ പ്രസവിച്ച അനുഭവം എഴുതിയത് വായിച്ചിട്ട് ഞാനാകെ തരിച്ചുപോയി. സത്യത്തിൽ എത്ര അഭിമാനത്തോടു കൂടിയാണ് ആ സ്ത്രീ അതൊക്കെ എഴുതിയിരിക്കുന്നത്. അതായത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിച്ചതിൻ്റെ അനുഭവങ്ങൾ. ആ കുറിപ്പിലുണ്ട് ഇടക്കിടക്ക് സുബ്ഹാനല്ലയും മാഷാല്ലയും ഒക്കെ. അതായത് ഈ സമുദായത്തെ വലയിലാക്കാൻ ഇത് വേണമെന്നവർക്കറിയാം. ഈ ബേക്കറി കട പൊളിഞ്ഞപ്പോൾ ലാഭക്കച്ചവടത്തിന് വേണ്ടി ചിലർ സ്വാമിമാരായിട്ട് വരുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരാൾ നാട്ടിലൊരുപാട് പണിയെടുത്തു, ഒന്നും ശരിയായില്ല. അവസാനം ഗൾഫിൽ പോയി, അവിടെയും ഗതികെട്ട് അവസാനം നാട്ടിൽ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അക്യുപങ്ചർ ഡോക്ടറായിട്ടാണ് അയാളെ കാണുന്നത്. അതായത് ഞാനും ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് അയാൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കുറേ വീട്ടമ്മമാർ ഇതിനകത്ത് പെട്ടു പോകുന്നുണ്ട്. വീട്ടിൽ ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവരെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ആളുകൾ വരും. അങ്ങനെ പെട്ടെന്ന് ഡോക്ടറാവാമല്ലോ. അങ്ങനെ പെട്ടെന്ന് ഡോക്ടറാവാൻ വേണ്ടി ഈ കെണിയിൽപ്പെട്ടു പോയ കുറേ ആളുകളുണ്ട്. ഇനി ഈ ഡോക്ടർമാരെ കണ്ട് അവസാനം ഡോക്ടർമാരായി പോയ ആളുകളുണ്ട്. കുഞ്ഞിനെ കൊന്ന ഈ മാതാപിതാക്കൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തത് കൊണ്ട് മാത്രമൊന്നും കാര്യമില്ല. ഇത്തരം വ്യാജ വൈദ്യങ്ങൾക്കെതിരെ കൃത്യമായ ബോധവൽക്കരണം വേണം. ഈ വ്യാജന്മാരുടെ കെണിയിൽ പെട്ടുപോയവരെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരും. കാരണം അത്രത്തോളം മസ്തിഷ്കാഘാതം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു പോസ്റ്റിൽ പോലും അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ സത്യത്തിലാകെ ഞെട്ടിപ്പോവാണ്. ആളുകൾ എത്രത്തോളം ഇതിൻ്റെ വലയത്തിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് അറിയുമ്പോൾ. അതായത് ആക്സിഡൻറ്റ് പറ്റി കൈയും കാലും മുറിഞ്ഞാലും ആശുപത്രി പോകില്ല എന്ന് പറയുന്ന ഭീകരവാദികൾ ഇക്കൂട്ടത്തിലുണ്ട് എന്നറിയുമ്പോഴാണ് ഈ സാമൂഹ്യദ്രോഹികൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ആഴമറിയുന്നത്. അക്യുപങ്ചർ ഡോക്ടർ എന്ന് അവകാശപ്പെട്ട ഒരാളോട് താങ്കൾ ഈ കോഴ്സ് എവിടെ നിന്നാണ് പഠിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ പഠിച്ചത് എവിടെ നിന്നാണെന്ന് ഒരു ചാനലിൽ അവതാരക ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉത്തരം പറയുന്നില്ല അയാൾ. വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്നാണ് പറയുന്നത്. ഇതാണ് ഇവരുടെ അവസ്ഥ. വീട്ടിൽ പ്രസവിക്കുന്നവരെ വേദിയിൽ വിളിച്ചു വരുത്തി ആദരവ് സംഘടിപ്പിച്ചു ഇവർ. അങ്ങനെ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് അപ്പോഴാണ് അറിയുന്നത്. ആനയും പൂച്ചയൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ, പട്ടിയൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ മനുഷ്യന് പ്രസവിക്കാൻ എന്തിനാണ് ആശുപത്രിയിൽ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് മൈക്ക് കെട്ടി ചോദിക്കുകയാണ്. അത് മൈക്ക് എന്ന് പറയുന്നത് ഒരു ആധുനിക ഉപകരണമാണ്. അപ്പോൾ ആധുനിക ചികിത്സ മാത്രമേ ഇവർക്ക് പറ്റാത്തുള്ളൂ. ആധുനികമായിട്ടുള്ള മൈക്ക് ഉപയോഗിക്കാം, ഫോൺ ഉപയോഗിക്കാം, വാട്സപ്പ് ഉപയോഗിക്കാം, യൂട്യൂബ് ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. പക്ഷേ ആധുനിക ചികിത്സ മാത്രം പറ്റില്ല. അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ അത് മാത്രം പറ്റില്ല. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരൊക്കെ ഇതിൽ പ്രതികളാണ്. അതിൽ ഭരണകൂടം കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ ഭരണകൂടം അതിൽ പ്രതികളാവും. ഈ പ്രസംഗിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരുടെ ഉമ്മമാർ ആനയും പൂച്ചയൊക്കെ ചെയ്യുന്നത് പോലെ പെറ്റ ഉടനെ അങ്ങോട്ട് കാലെടുത്ത് തട്ടി ഓടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സമുദായം ഇത് സഹിക്കേണ്ടി വരില്ലായിരുന്നു. അത് വേറെ കാര്യം. അതായത് പട്ടിയും പൂച്ചയൊക്കെ പ്രസവിക്കുന്ന പോലെ അപ്പോൾ തന്നെ കുട്ടികളെ അങ്ങോട്ട് തട്ടി ഒഴിവാക്കുന്ന പരിപാടി ഉണ്ടല്ലോ.
എന്തെല്ലാം സഹിക്കണം, എന്തിനും ഏതിനും അക്യുപഞ്ചർ ചികിത്സ മതി എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. കുറേ കുടുംബങ്ങൾ ഈ കെണിയിൽ പെട്ടുപോയിട്ടുണ്ട്. ചികിത്സക്ക് പോയാൽ പിന്നെ ഡോക്ടറായിട്ട് മടങ്ങി വരുന്ന കുറേ ആളുകളുണ്ട്. ക്യാൻസർ രോഗികളുടെ കീമോയും കിഡ്നി രോഗികളുടെ ഡയാലിസിസും ഇവരും മുടക്കുകയാണ്. അങ്ങനെ എത്രയോ രോഗികൾ മരിച്ചു പോവുകയാണ്. പണ്ടൊരു സാജൻ സിന്ധു ദമ്പതികളാണ് വാക്സിൻ വിരുദ്ധ പ്രചാരകരായിട്ട് വന്നിരുന്നത് കേരളത്തിൽ. പിന്നീട് ജേക്കബ് വടക്കഞ്ചേരി, അതുപോലെ തന്നെ മോഹനൻ വൈദ്യർ, ഇങ്ങനെ കുറേ ആൾക്കാർ വന്നു. ഇപ്പോൾ ഈ അക്യുപഞ്ചറിൻ്റെ പേരിലാണ് സജീവമായിട്ട് ആളുകൾ വരുന്നത്. ഒരു ഷുഹൈബ് റിയാലു, വളരെ അപകടകാരികളാണ് ഇവരൊക്കെ. മറ്റുള്ളവരൊന്നും ഈ ആധുനിക വൈദ്യ വിരുദ്ധതക്ക് മതത്തിന് കൂട്ടുപിടിച്ചിട്ടില്ല. ചില പ്രകൃതി ചികിത്സകരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ മതത്തിനെ ഇതിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ആളുകളെ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ അക്യൂ സ്പെഷ്യലിസ്റ്റുകളുടെ കെണിയിൽ പെട്ടുപോകുന്നത് അധികവും മുസ്ലിങ്ങളാണ്. അവർ മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൂട്ടുകയാണ്. അതിൽ തന്നെ കൂടുതലും വനിതകളാണ്. ഇവരുടെ ഈ ഗ്രാജുവേഷൻ സെറിമണിയൊക്കെ കണ്ടാൽ മനസ്സിലാവും, അതിൽ കൂടുതലും പെണ്ണുങ്ങളാണ് ഈ തലയിൽ ഗ്രാജുവേഷൻ ക്യാപ്പൊക്കെ വെച്ചിട്ട് അഭിമാനത്തോടു കൂടെ ഞാനും സർട്ടിഫിക്കറ്റ് വാങ്ങി, ഞാനും ഡോക്ടറായി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. അത് ഏത് അസുഖം വന്നാലും ഇവർ സ്വയം ചികിത്സിച്ച് മരിക്കുകയാണ്. ഭർത്താവ് ഭാര്യയെ ചികിത്സിക്കുന്നു, ഭാര്യ ഭർത്താവിനെ ചികിത്സിക്കുന്നു, സ്വന്തം കുട്ടികളെ വരെ ഈ ക്രൂരതയ്ക്ക് വിധേയരാക്കുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ സ്വത്താണ്, അതിവർ മനസ്സിലാക്കുന്നില്ല. വീട്ടിലെ പേരിനും വാക്സിൻ വിരുദ്ധതക്കും ചികിത്സാ നിഷേധത്തിനുമൊക്കെ മതത്തിൻ്റെ മേലങ്കി അണിയാണ്. എന്നാൽ ഈ മതം എന്താണെന്നോ ഈ സമുദായത്തിൻ്റെ ചരിത്രം എന്താണെന്നോ ഒരു സാമാന്യ ധാരണ ഇവർക്കുണ്ടോ? അവിസന്ന എന്ന് ഇവർ കേട്ടിട്ടുണ്ടോ? അവിസന്ന ഇബ്നു സീന ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ്, മുസ്ലിമാണ്. വൈദ്യശാസ്ത്രത്തിലെ സർവകാല ഗുരു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. AD 980 ജനിച്ച് 1037 മരിച്ച് അദ്ദേഹത്തിൻ്റെ 240 പുസ്തകങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിൽ തന്നെ 40 വൈദ്യശാസ്ത്ര കൃതികൾ മാത്രമാണ്. കിഴക്കും പടിഞ്ഞാറും വൈദ്യശാസ്ത്രത്തിൽ മാറ്റങ്ങളുടെ കാറ്റ് വീശിയത് ഇബ്നു സീനയിലൂടെയാണ്. മനുഷ്യൻ നേരിട്ട ഏറ്റവും വലിയ പകർച്ചവ്യാധിയായ 5ാം പനിക്കെതിരെ ലോകത്താദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകം 9ാം നൂറ്റാണ്ടിൽ ബാഗ്ദാദിൽ ജീവിച്ച അബൂബക്കർ റാസിയുടേതാണ്. 18ാം നൂറ്റാണ്ട് വരെ ഈ വിഷയത്തിൽ ആധികാരിക കൃതി അതുമാത്രമായിരുന്നു. നാഡി ശസ്ത്രക്രിയക്കും നേത്ര ചികിത്സക്കും തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. ഔഷധ നിർമ്മാണത്തിന് ആദ്യമായി രാസവസ്തുക്കൾ ഉപയോഗിച്ചതും അദ്ദേഹമാണ്. ഇപ്പോൾ ഇവർ പറയുന്ന രാസവസ്തുക്കൾ കുത്തിവെക്കുകയാണ്, ഇതാണ് വലിയ കാര്യം ആയിട്ട് പറയുന്നത്. അതായത് വസൂരിയുടെ ശരിയായ കാരണം ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ വൈദ്യശാസ്ത്രം പഠിക്കുന്നവർക്ക് പറയാം, റാസിയാണ്. മധ്യകാല സ്പെയിനിലെ കൊർദോവയിൽ ജീവിച്ച സഹറാവിയും 200 ശസ്ത്രക്രിയ ഉപകരണങ്ങളെപ്പറ്റി എഴുതിയിട്ടുണ്ട് ഒരു ഗ്രന്ഥം. യൂറോപ്പിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പഠന പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ച കൃതിയാണ്. ഒരിടത്ത് പകർച്ചവ്യാധി ഉണ്ടായാൽ അവിടേക്ക് പോകരുത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയുള്ളവർ പുറത്തേക്ക് കടക്കരുത് എന്ന്. രോഗം തരുന്നത് പടച്ചവനല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വാക്സിൻ വിരുദ്ധത പ്രസംഗിക്കുന്നത്. അവർക്കൊക്കെ ഈ പ്രവാചക വചനം അലർജിയാണോ? കേരളത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന മതസംഘടനകളോ മതനേതാക്കളോ വാക്സിനെതിരെയോ വീട്ടിലെ പ്രസവത്തിനു വേണ്ടിയോ രംഗത്ത് വരുന്നില്ല. ഏത് സമൂഹത്തിലും ഉള്ളതുപോലെ ഒരു അവാന്തര അധോലോകം, അതാണ് ഈ സാധനം. ചിലർ അതിൽ മതത്തെ കൂട്ടുപിടിക്കുകയാണ്. പ്രകൃതി ചികിത്സയുടെ പേരിലുള്ള തട്ടിപ്പുകൾക്ക് ചിലർ മതത്തെ കൂട്ടുപിടിച്ചിരുന്നൊരു കാലത്ത്. അതുപോലെ തന്നെ ഈ അക്യുപഞ്ചറിൻ്റെ പേരിലും അന്ധവിശ്വാസ പ്രചാരണത്തിന് വേണ്ടി സമുദായത്തെ ഉപയോഗിക്കുകയാണ്. വാക്സിനെതിരെ പ്രസംഗിക്കുന്ന ഒരുത്തനും വാക്സിൻ എടുക്കാതെ ഹജ്ജിന് വേണ്ടി സൗദിയിലേക്ക് പോകില്ല. വാക്സിൻ വിരുദ്ധ പ്രചാരണം യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ പല വിഭാഗങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ മുസ്ലിങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിന് 6ാം നൂറ്റാണ്ടിലേക്കൊരു വിമാനം പിടിക്കലാണ്. 6ാം നൂറ്റാണ്ടിലെ ആ വിശ്വവെളിച്ചത്തെ പഠിച്ചവരും അവരുടെ പിന്മുറക്കാരും ആധുനിക സാങ്കേതിക വിദ്യകൾക്കും വൈദ്യശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആധുനിക വാട്സാപ്പിലും ആധുനിക മൈക്കിന് മുന്നിലും ആധുനിക യൂട്യൂബിലും ഇരുന്നിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തെ തള്ളിപ്പറയുന്നവർക്ക് ആധുനികത എന്താണെന്ന് അറിയില്ല. അവിടേക്ക് എത്തിപ്പെടാൻ മനുഷ്യ സമൂഹം നടന്നു പോയ കടമ്പകൾ എന്താണെന്നും അറിയില്ല. വീട്ടിൽ പ്രസവിക്കുന്ന കുട്ടികൾ വാക്സിൻ ലഭിക്കാതെ വളരുകയാണ്. സമൂഹത്തിന് മൊത്തത്തിൽ അത് ഭീഷണിയാണ്. ആ കുട്ടികൾക്ക് മാത്രമല്ല, ഏത് നിമിഷവും മരണം കാത്തിരിക്കുന്ന കുട്ടികളാണ്. സ്റ്റേറ്റിൻ്റെ സ്വത്ത്, ഞാൻ പറഞ്ഞു നേരത്തെ, സ്റ്റേറ്റിൻ്റെ സ്വത്താണ്. സ്റ്റേറ്റിൻ്റെ സ്വത്ത് എന്ന നിലയിൽ ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അവരുടെ സുരക്ഷ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ പിഞ്ചു കുട്ടികളെ രക്ഷിതാക്കൾക്ക് കൊല്ലാൻ വിട്ടുകൊടുക്കരുത്. അവരുടെ ഭ്രാന്ത് മാറണം. ഈ രക്ഷിതാക്കളുടെ ഭ്രാന്ത് മാറാൻ 1ാം തരം ചികിത്സ വേണം. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് വെറുതെ അല്ല എന്ന് ഈ പുതിയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിയിക്കുകയാണ്. കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വ്യാജന്മാരെ
നിയമത്തിന് മുന്നിലെത്തിക്കണം. വൈദ്യശാസ്ത്രത്തിൻ്റെ പേരിൽ മനുഷ്യവിരുദ്ധത പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും മതത്തെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നവരെ തിരുത്താൻ പണ്ഡിത നേതൃത്വവും രംഗത്ത് വരണം. താങ്ക് യു.